നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടകം അവസാന വാരം വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ഒരു വർഷത്തെ നക്ഷത്രഫലമാണ്. ചിങ്ങക്കൂറെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, കാല് ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക. ഗുണദോഷ സമ്മിശ്ര ഫലമെന്ന് പറയുമ്പോൾ ഗുണത്തോടൊപ്പം അല്പദോഷങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ദോഷകാലത്ത്, ദോഷസമയത്ത് ഈശ്വരപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തി അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. വർഷത്തിൻ്റെ ആരംഭത്തിൽ സഹപ്രവർത്തകരിൽ നിന്നും നമുക്ക് നേട്ടങ്ങളുണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കാനിടവരും. തർക്കങ്ങളിലൊക്കെയും കിടന്നിരുന്ന സ്വത്തുക്കൾക്ക് അനുകൂലമായ ഒരു വിധി നമുക്ക് നേടാൻ പറ്റും. അതുപോലെ തന്നെ കിട്ടാക്കടം തിരികെ ലഭിക്കും. നമുക്കുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെയും തീർക്കാൻ കഴിയും. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കുകയും സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഒരു തുലാമാസത്തിലൊക്കെയും രോഗാവസ്ഥകൾ മൂലം ധനച്ചെലവേറും. ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. എത്ര രൂപ കൈ കിട്ടിയാലും ഒന്നും തന്നെ മിച്ചം വെക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. നമ്മൾ എത്ര അധ്വാനിച്ചാലും അതിനു വേണ്ടുന്ന അംഗീകാരം നമ്മുടെ മേലധികാരികളിൽ നിന്നും നമുക്ക് ലഭിക്കാതെ വരും. സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സഹപ്രവർത്തകരുമായി ഇടപഴകുക. ആ വക കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെ മാറിക്കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇടപഴകുക. അയൽബന്ധങ്ങളൊക്കെയും വഷളാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കെപ്പോഴും അത്യാവശ്യം ജീവിതത്തിൽ സഹായങ്ങളൊക്കെയും ലഭിക്കേണ്ടത് അയൽക്കാരുമായിട്ടാണ്, അയൽക്കാരിൽ നിന്നുമാണ് എന്നൊക്കെയും മനസ്സിലാക്കി അവരോടൊക്കെയും സന്തോഷത്തോടും സ്നേഹത്തോടും കഴിഞ്ഞുകൂടാൻ പരമാവധി ശ്രമിക്കുക. അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണല്ലോ. പിന്നെ പുതിയ സംരംഭങ്ങൾ ആ വർഷത്തിൻ്റെ ഒരു പകുതി വരെ തുടങ്ങാതിരിക്കുക. അതിനുള്ള നല്ല സമയമല്ല. വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള നല്ല സമയമാണ്. ആ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അത് ലാഭകരമായി തീരുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കാതിരിക്കാതെയുള്ള പല നേട്ടങ്ങളും ഔചാരിതമായി ജീവിതത്തിൽ വന്നു ചേരും. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ, സഹകരണങ്ങൾ ഒക്കെയും ലഭിക്കുകയും ജീവിത പ്രതിസന്ധികളെ നേരിടാൻ ഉള്ള സഹായം മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് ഹിതകരമായി മാറും. നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുകയും കൂടുതൽ സ്നേഹത്തോടും സഹകരണത്തോടും കൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ബന്ധുസമാഗമവും ബന്ധുഗുണവും ഉണ്ടാകും. അതുവരെയും നമ്മളിൽ നിന്നും അകന്നു നിന്നിരുന്ന ബന്ധുക്കൾ അവരുടെ ശത്രുതയൊക്കെയും മാറ്റിവെച്ച് നമ്മളോട് സഹകരിക്കാനുള്ള സന്നദ്ധത കാണിക്കും. നമ്മുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ സഹായം നമുക്ക് ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും നമുക്ക്
ജീവിത വിജയമുണ്ടാകും. സന്താന ഗുണവും സന്താന ലാഭവും കുടുംബ സൗഖ്യവും നേടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, യാത്രയിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. തസ്കര ശല്യം സൂക്ഷിക്കണം. അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സ്വന്തമായി വാഹനങ്ങളൊക്കെ ഉള്ളവരും ഒക്കെയും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു പോയാൽ തന്നെയും ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുകയും അത് കാലിന് കുഴപ്പമുള്ള അപകടങ്ങളായി മാറുകയും ചെയ്യും. അപ്പോൾ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തി സർപ്പപ്രീതി ഉണ്ടാക്കി രാഹുവിനെ നമുക്ക് അനുകൂലമായി നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഈ സർപ്പദൂഷ്യം ഉള്ളത് കൊണ്ടാണ്, രാഹു ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കാലിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുണ്ടായ സാഹചര്യം. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ സർപ്പക്കാവുകളിലൊക്കെ പോവുകയും മഞ്ഞളും ഉപ്പും ചന്ദനത്തിരിയൊക്കെ വാങ്ങി വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാനുള്ള ശ്രമങ്ങൾ വളരെ നടത്തണം. നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെയും തീർത്ത് സമാധാനപരമായി മുന്നോട്ട് നീങ്ങാൻ പറ്റും. കടബാധ്യതകളുണ്ടെന്നവരിൽ സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ രാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ അതുപോലെയുള്ള പല ഗുണങ്ങളും നമുക്കുണ്ടാകും. ഈ രാഹുവിൻ്റെ ദോഷമുള്ളപ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങളെന്നറിയാമോ? സന്താനവിരഹം, സന്താന ദുരിതം, സുഖകരമല്ലാത്ത ദാമ്പത്തിക ജീവിതം. ഇത് തീർച്ചയായും അനുഭവപ്പെടും. സന്താനവിരഹവും സന്താന ദുരിതവും സുഖകരമല്ലാത്ത ദാമ്പത്യ ജീവിതമാണെങ്കിൽ ആ ജീവിതം പിന്നെ എത്രമാത്രം സുഖകരമാകും? അപ്പോൾ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തി നമ്മുടെ ദുരിതങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ മുറുകെ പിടിക്കുക. വിഷ്ണു ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും. ധനത്തിൻ്റെ ആൾ ലക്ഷ്മി ദേവിയാണല്ലോ. അപ്പോൾ കൃഷ്ണനുള്ളിടത്ത്, വിഷ്ണു ഉള്ളിടത്ത്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത്, വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഒക്കെയും ലക്ഷ്മി ദേവിയും ഉണ്ടാകും. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ നമ്മൾ നേടിയാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാകും. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ഒക്കെ പോയി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ വളരെ ഗംഭീരമായ, സമാധാനപരമായ, ഐശ്വര്യപരമായ ഒരു കുടുംബജീവിതം പുതുവർഷത്തിൽ നമുക്കുണ്ടാകും. അതിന് സംശയം വേണ്ട. ഒരു നല്ല അനുഭവത്തോടു കൂടിയ, ഐശ്വര്യത്തോടു കൂടിയ, സന്തോഷത്തോടു കൂടിയ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.